LDF വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ. അടൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അടൂരിൽ നടത്തിയ വനിതാ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനി രാജ. കേരളത്തെ സംരക്ഷിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ജനം ചിന്തിക്കുന്നത്. കേരളത്തിലെ 62 ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിൽ LDF സർക്കാർ എത്തിക്കുന്നെന്നും ആനി രാജ പറഞ്ഞു. സംസ്ഥാനത്ത് LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ പറഞ്ഞു. അടൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അടൂരിൽ സംഘടിപ്പിച്ച വനിതാ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനി രാജ. വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷനായി പ്രതിമാസം 1000 രൂപ നൽകുന്നു. കേരളത്തെ സംരക്ഷിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ജനം ചിന്തിക്കുന്നത്. കേരളത്തിലെ 62 ലക്ഷം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി അവരുടെ കൈകളിൽ എല്ലാ മാസവും എത്തുന്നുവെന്നും ആനി രാജ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ എന്താണോ പറഞ്ഞിരുന്നത്, ആദ്യത്തെ 5 കൊല്ലമായാലും ശരി, ഇക്കഴിഞ്ഞ 5 കൊല്ലമായാലും ശരി, അക്ഷരം പ്രതി ഓരോന്നായി പാലിച്ചു കൊണ്ടുവരികയാണ്. പറഞ്ഞില്ലേ, പെൻഷൻ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞില്ലേ, സാമൂഹിക സുരക്ഷാ പെൻഷൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഇപ്പൊ വന്ന ആളുകൾ എന്താ പറയുന്നത്? ഞങ്ങള് 1000 രൂപ പെൺകുട്ടികൾക്ക് കൊടുക്കും, വീട്ടമ്മമാർക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ കോൺഗ്രസ് പ്രതിപക്ഷം UDF അവര് ഭരിച്ചിരുന്നപ്പോൾ അന്ന് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാ? 600 രൂപ ആണോ? ആയിരുന്നോ? ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾ തിരുത്തണം എന്നെ. അന്ന് 600 രൂപ അല്ലേ? ആ 600 രൂപ 18 മാസമാണ് കൊടുക്കാതിരുന്നത്. 600 രൂപ 18 മാസം കൊടുക്കാൻ കെൽപ്പില്ലാത്ത നിങ്ങൾ വലിയ 3000 കൊടുക്കുമെന്ന വാഗ്ദാനം നൽകി വരുന്നത് എന്ത് കണ്ടിട്ടാണ് എന്ന് അത് എന്തിനു വിശ്വസിക്കണം? ഈ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾ പറയണ്ടേ? 600 രൂപ കൊടുക്കാൻ 18 മാസം കെൽപ്പില്ലാത്ത നിങ്ങൾ 3000 എങ്ങനെ കൊടുക്കും? 1000 എങ്ങനെ കൊടുക്കും? അതിന്റെ എന്താണ് സ്രോതസ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം UDF-നുണ്ട്, ശ്രീ സതീശനുണ്ട്. നമ്മുടെ നാടിന്റെ മഹിത പാരമ്പര്യം തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം വലിയ വികസനം നടത്തുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞതായും ആനി രാജ ചൂണ്ടിക്കാട്ടി. അടൂർ ഗാന്ധി സ്മൃതി മൈതാനിയിൽ നിന്നുമാണ് വനിതകളുടെ റാലി ആരംഭിച്ചത്. അടൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ റാലി സമാപിച്ചു. പൊതുസമ്മേളനത്തിൽ ലസിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. K പത്മിനിയമ്മ, സ്ഥാനാർത്ഥി പ്രിജി കണ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ലിസി തുടങ്ങിയവർ പങ്കെടുത്തു. അതിനെ വീണ്ടും ചോപ്പണിയിച്ചുകൊണ്ട് എല്ലാ നല്ല മനസ്സുകളും ഒപ്പമുണ്ടാകണമെന്ന ദുനിയാവുമാകുന്ന അഭ്യർത്ഥനയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കടന്നു വരികയാണ്. ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്ന ന്യൂസ് ബ്യൂറോ, അടൂർ.